Guys, welcome back to my YouTube channel. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഇതിനു മുന്നേ എൻ്റെ ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല എന്ന് എനിക്ക് വളരെ ഉറപ്പാണ്. പക്ഷെ എന്നാലും ചില ആചാരങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ തുടങ്ങാൻ പറ്റൂ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു മേക്ക് മണി ഫ്രം യൂട്യൂബ് എന്നതിനെ കുറിച്ചല്ല, വൈ കാണ്ട് യു മേക്ക് മണി ഫ്രം യൂട്യൂബ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എന്തുകൊണ്ട് വരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ യൂട്യൂബിന്റെ വരുമാനത്തെ കുറിച്ച് പറയാം. അപ്പോൾ യൂട്യൂബിന് പ്രധാനമായിട്ടും വരുമാനം അല്ലെങ്കിൽ ഇൻകം സോഴ്സസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് പ്രോഗ്രാം തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു കമ്പനി ഉണ്ട്, എൻ്റെ കമ്പനിയുടെ ആഡ് എനിക്ക് യൂട്യൂബിൽ ഇടണം. അപ്പോൾ യൂട്യൂബിൽ ഞാൻ ഒരു 100 രൂപ കൊടുക്കുന്നു. അതിൽ 55 രൂപ യൂട്യൂബ് എടുക്കുന്നു, 45 രൂപ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു 45 എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 55% യൂട്യൂബ് ആൻഡ് 45% ഫോർ ദ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ 45% എന്ന് പറയുമ്പോഴേക്കും അതൊരു വലിയ എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ നിന്ന് ആക്ച്വലി നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുമാനം കിട്ടി തുടങ്ങുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഒരു മാർഗ്ഗം മാത്രമാണ്. അതല്ലാണ്ട് യൂട്യൂബിന് പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർ സ്റ്റിക്കേഴ്സ്, സൂപ്പർ കമന്റ്സ്, അങ്ങനത്തെ ഒരുപാട് ഇൻകം സോഴ്സസ് യൂട്യൂബിനുണ്ട്. അപ്പോൾ യൂട്യൂബിന്റെ വരുമാനം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനാണെങ്കിൽ ആദ്യം കുറേ വീഡിയോ ഇട്ടു. അപ്പോൾ ആദ്യം ഞാൻ ഒരു 1-2 വീഡിയോ ഇട്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ള വ്യൂസ് കിട്ടാൻ തുടങ്ങി. 1500, 2500, 3000, 4000 അങ്ങനെ വ്യൂസ് ഇങ്ങനെ കയറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കാര്യം ട്രിക്ക് പിടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ മതി. എന്നാൽ ഞാൻ അതുപോലെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പതുക്കെയല്ല, നല്ല രീതിയിലൊരു ഡ്രോപ്പ് അങ്ങ് വന്നു. ആദ്യം ഒരു വീഡിയോക്ക് പെട്ടെന്ന് ഒരു 700, 600 എന്ന് പറയുന്ന ആ ഒരു ലെവലോട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പം എൻ്റെ വീഡിയോസിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ കുറയുന്നുണ്ടാവും. അപ്പം ഞാനൊരു കാര്യം ചെയ്യും, നല്ല ക്വാളിറ്റി തന്നെ കുറച്ചുകൂടെ ആലോചിച്ചിരുന്ന് നല്ല രീതിയിൽ സ്ക്രിപ്റ്റൊക്കെ എഴുതി അടിപൊളിയായിട്ട് വീഡിയോ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു കിടിലം വീഡിയോ എടുത്ത് അങ്ങ് ഇട്ട് നോക്കി. എന്നാൽ ഞാൻ എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് ആ വീഡിയോ ഒരു 10,000, 20,000, 30,000 വ്യൂസ് ഒന്നും എത്തിയില്ല. 700ൽ നിന്ന് അത് വളരെ പരിതാപകരമായിട്ട് 100, 150 അങ്ങ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ഞാൻ ഞാനിപ്പോൾ എനിക്കിപ്പം യൂട്യൂബിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ എടുത്ത ടാക്ടിക്സ് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത മെത്തേഡിൽ എന്തൊരു പ്രശ്നമുണ്ട്, ഞാൻ പഴയതുപോലെ തന്നെ ഞാൻ നോർമലി നമ്മുടെ ഭയങ്കര ക്ലാസിക്കായിട്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇടാമെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ പോയി വീഡിയോ ഇട്ട് നോക്കി. അപ്പോൾ വീണ്ടും എനിക്ക് നല്ല വ്യൂസ് കിട്ടാൻ തുടങ്ങി. 1000, 2000, 3000 ആ ഒരു റേഞ്ചിലോട്ട് വ്യൂസ് പോകാൻ തുടങ്ങി. അപ്പോൾ വിചാരിച്ചു അപ്പോൾ ഇത് തന്നെയാണ് കാര്യം. അപ്പം ഞാൻ വലുതായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, എന്നാൽ ഇങ്ങനെ തന്നെ അങ്ങ് വീഡിയോ ഇട്ടാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് നോർമലി ഇടാവുന്ന പോലെ അങ്ങ് ഇടാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അവിടുത്തെ ട്വിസ്റ്റ് വരുന്നത്. ഞാൻ വീണ്ടും അതുപോലെ തന്നെ ഞാൻ ആദ്യം എങ്ങനെയാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്, എനിക്ക് 3000, 4000 ഒക്കെ വ്യൂസ് കിട്ടി ആ വീഡിയോ തന്നെ ഞാൻ എടുത്ത് അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ഞാൻ വീഡിയോ വീണ്ടും ഇട്ടു. അപ്പം 1000, 2000 ആ റേഞ്ചിലോട്ട് വീണ്ടും എത്തി. അടുത്ത് ഞാൻ വീണ്ടും അതേ പാറ്റേണിൽ വീഡിയോ ഇട്ടപ്പോഴേക്കും എൻ്റെ വീഡിയോയുടെ കൗണ്ട് 10നും താഴെയായിരുന്നു. സീരിയസ് ആയിട്ട് പറയാം, അതായത് ഒരു 6, 7 മാത്രമേ വ്യൂസാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴേക്കും ഞാനിന്ന് ആലോചിക്കാൻ തുടങ്ങി ഇതെങ്ങനെ സംഭവിക്കും. ലോജിക്കലി ഇതൊട്ടും പോസിബിൾ അല്ല. കാരണം ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഇട്ട് നോക്കി, മോശമായിട്ട് വീഡിയോ ഇട്ട് നോക്കി, മോശം ഇൻ ദ സെൻസ് അത്രയും ക്വാളിറ്റി ഇല്ലാണ്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് നല്ല വ്യൂസ് കിട്ടി. എന്നാൽ അത്രയും നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച അത്ര വ്യൂസ് കിട്ടിയില്ല. എന്നാൽ ഇതിനെക്കാട്ടിലൊക്കെ അടിപൊളിയായിട്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോഴേക്കും 10ൽ താഴെയുള്ളൊരു വ്യൂസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്ത് ലോജിക്കാണുള്ളത്? നല്ല രീതിയിൽ ക്വാളിറ്റി കണ്ടന്റ് ഇട്ടിട്ട് വ്യൂ കിട്ടുന്നില്ല, ക്വാളിറ്റി ഇടാതെ കണ്ടന്റ് ഇട്ടിട്ട് വ്യൂസ് കിട്ടുന്നില്ല, എന്ത് ചെയ്തിട്ടും വ്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വെറുതെ ചുമ്മാ എടുത്തിട്ട് യൂട്യൂബിന്റെ ഈ ഒരു ആഡ്സെൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് പ്രോഗ്രാം കാരണം എത്ര ആൾക്കാർ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നോക്കിയത്. ഇതിൽ നിന്നാണ് എൻ്റെ ലൈഫിലോട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ യൂട്യൂബിനകത്ത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്നതിനകത്തുള്ള ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ, അതായത് ഏറെക്കുറെ 50 to 60% ആൾക്കാരും യൂട്യൂബിൽ നിന്ന് 1 രൂപ പോലും വരുമാനം ഉണ്ടാക്കുന്നില്ല. അതാണ് സത്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കണക്കൊക്കെ മനസ്സിലാവും. ഇനി അതിന്റെ മുകളിലുള്ള ഒരു കാറ്റഗറി ഉണ്ട്, ഒരു 30% വരുന്ന ആൾക്കാർ. ആ പറയുന്ന ആൾക്കാരാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു ഇന്ത്യൻ മണി വെച്ച് നോക്കുകയാണെങ്കിൽ 10,000, 20,000 ആ ഒരു റേഞ്ച് വരെ അവരുടെ വരുമാനം പോകുന്നുള്ളൂ. അതിന്റെ മുകളിൽ യൂട്യൂബിൽ നിന്ന് സൈഡ് ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതായത് 1 ലക്ഷം, 2 ലക്ഷം ആ ഒരു രീതിയിൽ സൈഡ് ഇൻകം ഉണ്ടാക്കുന്നത് ഒരു 10% വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് മെയിൻ ഇൻകം ആയിട്ട് വരുന്നവർ ഒരു 5-6% ആൾക്കാരുണ്ട്. അവരൊരു 10-20 ലക്ഷം രൂപ വരെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 1% ആൾക്കാരുണ്ട്. അവർ ഭയങ്കര എലൈറ്റ് ലെവലിൽ നിൽക്കുന്നത്, 1 കോടി, 2 കോടി രൂപയൊക്കെ യൂട്യൂബിൽ നിന്ന് മാസം വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് അവരെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 0.01% ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് അങ്ങനെയുള്ള എലൈറ്റ് ലെവൽ, യൂട്യൂബിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, അവരൊക്കെ യൂട്യൂബിൽ നിന്ന് millions of dollars ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും യൂട്യൂബ് പൈസ കൊടുക്കുന്നില്ല. ഇതിൽ ഒരുക്കുന്ന ഒരു 50 to 60% ആൾക്കാർക്കും യൂട്യൂബ് ക്യാഷ് കൊടുക്കുന്നില്ല. എന്നാൽ
ഇവരുടെ വീഡിയോയിൽ നിന്ന് യൂട്യൂബ് അതിവിദഗ്ധമായിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ കയറി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നിങ്ങളുടെ ചാനലിൽ ഒരു 2000 വ്യൂസ് ഒക്കെ ഉള്ളൊരു വീഡിയോസ്, വേണ്ട ഒരു 800-500 വ്യൂസ് ഉള്ളൊരു വീഡിയോസ് വേറൊരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ വേറൊരു റാൻഡം ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നിങ്ങളുടെ ഈ 500 വ്യൂസ് ഉള്ള ഒരു വീഡിയോ എടുത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്തൊരു ആഡ് വരും. ഈ ആഡിന്റെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം കിട്ടുള്ളൂ. പക്ഷേ ഈ ആഡിന്റെ വരുമാനം 100% ആയിട്ട് യൂട്യൂബിന് പോകുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ആക്ച്വലി ഈ 50-60% ആൾക്കാർ എന്ന് പറയുമ്പോഴേക്കും ഈ ആൾക്കാരെല്ലാവരും കൂടെ ഓരോ ദിവസം ഇടുന്ന ഒരു വീഡിയോസിന്റെ നമ്പർ എന്ന് പറയുന്നത് തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനൊക്കെ വെളിയിലാണ്. അതായത് യൂട്യൂബിനകത്ത് ഒരു ദിവസം മോണിറ്റൈസ് ആവാത്ത വീഡിയോസിന്റെ എണ്ണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വീഡിയോസിന്റെ പുറത്താണ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വീഡിയോസിൽ നിന്ന് ആഡ്സെൻസ് കാരണം യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വരുമാനം വളരെ ടാക്ടിക്കലായിട്ട് 100% യൂട്യൂബിനകത്തോട്ട് പോകുന്നു. ഇതിപ്പോൾ യൂട്യൂബിന്റെ കുറ്റമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം എല്ലാ ബിസിനസ് മോഡൽസും വർക്ക് ചെയ്യുന്ന ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. യൂട്യൂബിന് ഈ പറയുന്ന ഒരു ബിസിനസ്, അതായത് ഈ ഒരു രീതിയിൽ വരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ ബാക്കിയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും മില്യൺസും അത്രയും അവരുടെ ആ ഒരു കണ്ടന്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ് വ്യൂസിനനുസരിച്ചുള്ള എമൗണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം യൂട്യൂബിന് ഈ പറഞ്ഞ മാതിരി വ്യൂസിനനുസരിച്ചുള്ള എമൗണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്കത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് താഴത്തെ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് അവർക്ക് വരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബ് അപ്പോൾ ഇങ്ങനെ വളരെ ടാക്ടിക്കലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല യൂട്യൂബിന്റെ തെറ്റാണ്. എല്ലാ ബിസിനസ് മോഡൽസും ഇങ്ങനെയൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം വീഡിയോസ് ഇട്ടുന്ന സമയത്ത് നല്ല വ്യൂസ് കിട്ടി, വീണ്ടും കുറയുന്നു, വീണ്ടും കൂടുന്നു, വീണ്ടും കുറയുന്നു. അത് ഭയങ്കര റാൻഡായിട്ടാണ് പോകുന്നത്. ഞാൻ ഇടുന്ന വീഡിയോയുടെ ക്വാളിറ്റി, ഞാൻ ഇടുന്ന വീഡിയോയിലെ കണ്ടന്റ്, ഞാൻ ഇടുന്ന വീഡിയോയുടെ ടൈമിംഗ് ഇതൊന്നുമല്ല. കാരണം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരുപാട് യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത്, എങ്ങനെ വരുമാനം ഉണ്ടാക്കുക, എങ്ങനെ വ്യൂസ് ഉണ്ടാക്കുക. അപ്പം പറയുന്ന കാര്യങ്ങൾ ടാക്സ് നോക്കുക, നിങ്ങൾ യൂട്യൂബിൽ ടാക്സ് അങ്ങനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം, വീഡിയോയുടെ തംബ്നെയിൽ, വീഡിയോയുടെ അത് ഇത് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതൊന്നും അല്ല കാര്യം. കൺസിസ്റ്റൻസി. നിങ്ങൾ ഈ വാക്ക് വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കുക. കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് എത്ര തോറ്റാലും വിടാൻ പറ്റാത്ത, അതായത് നെവർ എവർ ഗീവ് അപ്പ്, അത് മാത്രമാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചാലും ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ഇടുന്ന ആളാണെങ്കിൽ, നിങ്ങളിപ്പോൾ ആഴ്ചയിൽ 2-3 വീഡിയോസ് ഇടുന്നുണ്ട്, വ്യൂസ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പാറ്റേൺ, ഒരു ആഴ്ചയിൽ 3 വീഡിയോസ് ആണ് ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും കുറയ്ക്കരുത്. വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. നമ്മൾ വരുമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കും, അല്ലെങ്കിൽ വ്യൂസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന കാര്യമാണ്, എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി കാരണമാണോ? ഒരിക്കലും അല്ല. യൂട്യൂബ് അതിൻ്റെ ഒരു അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് അവർ നിങ്ങൾക്കോ അല്ലെങ്കിൽ എത്ര വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി മിസ്റ്റർ ബീസ്റ്റോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ലെവലുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം. അപ്പം നിങ്ങളുടെ മുഖം കണ്ടിട്ട് വീഡിയോസ് കാണാനുള്ള ആൾക്കാരുണ്ട്. കാരണം ചില ആൾക്കാർക്ക് ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ വന്നിരുന്ന ശേഷം നമ്മൾ ചിലപ്പോൾ നോക്കി കരിമിനാറ്റി അല്ലെങ്കിൽ പ്യൂഡിഫൈ, മിസ്റ്റർ ബീസ്റ്റ്, ഇങ്ങനെ ചിലരുടെ വീഡിയോസ് കാണാൻ വേണ്ടി മാത്രം, ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മാത്രം നോക്കി, അല്ലെങ്കിൽ ചില ആക്ടേഴ്സ്, ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി, വിജയ്, ഇങ്ങനെ ആക്ടേഴ്സിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി മാത്രമൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, അവരൊന്നും ഈ കാറ്റഗറിയിലായിരുന്നല്ല. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണെങ്കിൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ. എത്ര തോറ്റാലും ഒരിക്കലും വിട്ടുകൊടുക്കരുത്. മാക്സിമം നിങ്ങൾ കണ്ടന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ആൻഡ് പ്രധാനപ്പെട്ട കാര്യം, നമ്മളിനി കണ്ടന്റ് ഇടുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി ടാക്സ്, സമയം, ഈ തംബ്നെയിൽ, അതൊക്കെ ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമ്മുടെ ഈ ഒരു കണ്ടന്റ് ഇടുമ്പോഴേക്കും ഞാനിപ്പോൾ പറഞ്ഞത്, ഞാനിപ്പോൾ ഇതിനകത്ത് വണ്ടിയുടെ വീഡിയോസ് ഇടാറുണ്ട്, ഞാനിപ്പോൾ ബിഗ് ബോസിന്റെ വീഡിയോസ് ഇടാറുണ്ട്, പിന്നെ ഇതിനകത്ത് മറ്റേ ഇടയ്ക്ക് പിള്ളേരുടെ കുറെ കണ്ടന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഈ വീഡിയോസ് കുറെ പ്രൈവറ്റ് ആക്കിയ കൂട്ടത്തിൽ എടുത്ത് മാറ്റി. അത് കഴിഞ്ഞ ശേഷം ഞാൻ ലാസ്റ്റ് ഇട്ടത് ഈ US ഇറാൻ വാർ, പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഫീൽ ഗുഡ് കണ്ടന്റ്സ്, അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് ഇടാറുണ്ട്. നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബിന്റെ ചാനലിൽ യൂട്യൂബിൽ എങ്ങനെ കണ്ടന്റ് ഇടണമെന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗൂഗിൾ ഉൾപ്പെടെ എല്ലാ സെർച്ച് ബട്ടൺസും പറയുന്ന ഒരു കാര്യമുണ്ട്. യൂട്യൂബിനകത്ത് ഇപ്പോൾ ഒരു കണ്ടന്റ് ഇടും, ഇപ്പോൾ ബിഗ് ബോസിന്റെ കണ്ടന്റ് ഇടണമെങ്കിൽ, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് റിലേറ്റഡ് കണ്ടന്റ്സ് ഇടുകയാണെങ്കിൽ എന്റർടൈൻമെന്റ് റിലേറ്റഡ് കണ്ടന്റ്സ് മാത്രം ഇടുക. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസ് അല്ലെങ്കിൽ വാർ, അങ്ങനത്തെ കണ്ടന്റ്സ്, ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള കണ്ടന്റ്സ് ഇടുകയാണെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ്സ് മാത്രം ഇടുക. നിങ്ങളിങ്ങനെ നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ചാനൽ, അതായത് ഒരു 2000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സിന് താഴെയാണ് നിങ്ങളുടെ ചാനലിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ റേറ്റെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ ചാനലിന് ആപ്ലിക്കബിളേ അല്ല. കാരണം നിങ്ങളുടെ ചാനൽ കാണുന്ന 99% ആൾക്കാർ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല. ഈ പറയുന്ന കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടന്റിലെ യൂണിറ്റി അല്ലെങ്കിൽ കണ്ടന്റിലെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സംഭവം,
എന്റർടൈൻമെന്റ് റിലേറ്റഡ് കണ്ടന്റ് അല്ലെങ്കിൽ ഈ ന്യൂസ് റിലേറ്റഡ് കണ്ടന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു വലിയ സബ്സ്ക്രൈബർ പ്ലാറ്റ്ഫോം ഉണ്ടായ ശേഷം മാത്രമേ യൂട്യൂബിന്റെ അൽഗോരിതം അനുസരിച്ച് ആ സബ്സ്ക്രൈബേഴ്സിന്, നിങ്ങളിപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ശേഷം ന്യൂസ് എന്ന് അല്ലെങ്കിൽ ഒരു ഫിലിം സോങ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ സപ്പോസ് ഫിലിം സോങ്സ് ആണ് ഇടുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ചാനലിൽ അതിന് മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടന്റിന്റെ ഒരു യൂണിറ്റി കൊണ്ട് അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ്സ് ഇടുന്നതുകൊണ്ടുള്ള ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് 2000-5000 താഴെയാണ്, 10,000 പറയത്തില്ല, 10,000 താഴെയാണെന്നൊക്കെ വിചാരിച്ചു. നിങ്ങൾ എങ്ങനെ യൂണീക്കായിട്ട് കണ്ടന്റ് ഇട്ടാലും ഒരിക്കലും നിങ്ങൾക്ക് അത് നിങ്ങൾ വളരെ കയറാൻ പറ്റില്ലെന്നല്ല, അതിന് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. അതുകൊണ്ട് വെർസറ്റൈൽ ആയിട്ട് കണ്ടന്റ് ഇടുക. അതായത് നിങ്ങളിപ്പോൾ ലൈവായിട്ട് നോക്കുമ്പോൾ എന്ത് കാര്യമാണ് അപ്ഡേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു സിനിമ ഇറങ്ങി, നിങ്ങൾ ഫസ്റ്റ് ഷോ കണ്ടു, റിവ്യൂ ഇടുക. അടുത്ത ദിവസം ബിഗ് ബോസ് തുടങ്ങി, റിവ്യൂ ഇടുക. ഇനി അല്ലെങ്കിൽ ഇന്ന് ഇറാൻ US ഒരു വാറിന്റെ ഒരു സംഭവം നിങ്ങൾ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നത്, അതെടുത്ത് ഇടുക, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കി ഇങ്ങനെയൊന്നും ചെയ്യരുത്, ചാനൽ അങ്ങനെയാണ്, നിങ്ങളുടെ അൽഗോരിതം മാറും, ഇതൊക്കെ മാറും, ഒക്കെ എല്ലാം ശരിയാണ്. ഒരു 10, 20,000, 30,000 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയ ശേഷം. പക്ഷെ അതുവരെ നോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ തന്നെ എടുക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൺസിസ്റ്റൻസിയാണ്. യൂട്യൂബ് നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഞാനിപ്പോൾ ഇന്ന് ഈ കണ്ടന്റ് ക്രിയേഷൻ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിർത്തുന്ന സമയം തൊട്ട് തന്നെ ഒരു 10-100 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പുതിയതായിട്ട് വീണ്ടും വരും, വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. അവർക്ക് മടുക്കുമ്പോൾ അവരും പോകും. പക്ഷേ ഈ നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് ഈ പറയുന്നൊരു കാര്യം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ എന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരുപാട് ആൾക്കാർ വന്നിങ്ങനെ കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ കണ്ടന്റ് അതുപോലെ തന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അവർ മനസ്സ് മടുത്ത് കണ്ടന്റ് ഇടുന്നത് നിർത്തിയിട്ട് പോവുകയും ചെയ്യും. പക്ഷെ നിർത്തുമ്പോഴാണ് നമ്മൾ തോക്കുന്നത്, അല്ലാണ്ട് കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴല്ല. കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആ കാര്യത്തിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത് സമയമെടുക്കുമായിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഒരാൾക്കും 1 മാസം 2 മാസം ഒന്നും കൊണ്ടൊന്നും, അല്ലെങ്കിൽ നമ്മൾ അത്രയും ലെവലിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്രയും കഴിവുള്ളവരായിരിക്കണം. അല്ലാണ്ട് നോർമലി നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും 1-2 മാസം കൊണ്ടൊന്നും യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് കുറഞ്ഞൊരു 5-6 മാസമെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറയുന്ന ഈ പല ഇമോഷണൽ സ്റ്റേറ്റിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മൾ ഈ തോക്കും, ചില സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടം വരും. ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ കണ്ടന്റ്സ് ഇട്ടുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചെറിയ രീതിയിലൊരു മോണിറ്റൈസിങ് എന്നുള്ള രീതിയിൽ എത്താനും പറ്റുള്ളൂ. അതിൽ നിന്ന് അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നൊരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ, ഇനി എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വീഡിയോ ഇടേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ സമയത്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ അതുവരെ സൈനിങ് ഓഫ് അജിത്ത്.